തകർന്നു പോയ വീട് നിർമ്മിക്കാനാകാത്ത ദുരിതത്തിലാണ് കൊല്ലത്തെ ഒരു കുടുംബം. ചിറക്കര സ്വദേശി മോഹനും കുടുംബവുമാണ് ദുരിതം അനുഭവിക്കുന്നത്. അടച്ചുറപ്പുള്ള പുതിയ വീട്ടിൽ താമസിക്കണമെന്ന ആഗ്രഹമാണ് മോനിഷയ്ക്കുള്ളത്. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണേർത്തെ വീനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട എള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവന മുത്തമതിൻ്റെ വന്നു കിട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടുവിട്ടു. ആഗ്രഹത്തോടെ വാങ്ങിയതൊക്കെ എടുത്തു മാറ്റി വെക്കണം. എന്നാൽ എവിടെ സുരക്ഷിതമായി വെക്കുമെന്നറിയില്ല. അത്രയധികമുണ്ട് സമ്മാനങ്ങൾ. ഭിന്നശേഷി കലോത്സവ വേദികളിലെ താരമായിരുന്നു മോനിഷ. ഭിന്നശേഷി കലോത്സവ വേദികളിൽ നിന്ന് നേടിയ സമ്മാനങ്ങളാണിത്. കൊല്ലം ചിറക്കര ഏറന്തെക്ക് സ്വദേശി മോഹനും കുടുംബവും താമസിച്ചിരുന്ന വീട് മഴക്കാലത്ത് ഇടിഞ്ഞു വീണിട്ട് 2 വർഷത്തിലധികമായി. കഴിഞ്ഞ പ്രളയത്തിലാണ് പൂർണ്ണമായി പോയത്. അതിനുമ്പേ കുറേ ഇടിഞ്ഞ്. പിന്നെ ഒരു പ്രായ പെങ്കൊച്ചും, ഈ സുഖമില്ലാത്ത അമ്മയും, എൻ്റെ വൈഫിനും സുഖമില്ല, എനിക്കും അതുപോലെ തന്നെ. ഭിന്നശേഷിക്കാരനാണ്, മോളും അതുപോലെ തന്നെ. പിന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ വളരെ കഷ്ടത്തിലാണ്. അന്ന് വീട്ടിലില്ല, ഞങ്ങളന്ന് പകൽ വീട്ടിലായിരുന്നു. പോയിട്ട് വന്നപ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഇഴിഞ്ഞ് കിടക്കുന്നതാണ്. ഇങ്ങനെ ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിൽ ഞങ്ങളാരെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയില്ലെങ്കിൽ ഞങ്ങളെ ജീവിതമൊക്കെ വളരെ കഷ്ടത്തിലാണ്. സർക്കാരിന്റെ പകൽ വീടുകളിലും തകർന്ന വീടിന്റെ മുന്നിലെ ഒറ്റമുറിയിലുമാണ് കുടുംബം താമസിക്കുന്നത്. മുന്നിലെ കൽക്കൂന വീടായി മാറുമെന്ന സ്വപ്നമാണ് മോനിഷയുടെ ഉള്ളിൽ. എല്ലാം വീട്ടിൻ്റെ അടിയിലായി പോയി. വിഷമമാണ്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാതുപോലെ ഞാൻ അതിനകത്തായി പോയി. ഒപ്പനയ്ക്കും പിന്നെ ഓട്ട മത്സരത്തിനും ഉണ്ടായിരുന്നു. പേടിയായിരുന്നു. മഴയും ഇടിയും കുറച്ചായിട്ട് ഇടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പുതിയ വീട് വേണമെന്നാണ് ആഗ്രഹം. ട്രോഫിയും പുസ്തകങ്ങളും ഒക്കെ വയ്ക്കാം. പിന്നെ പുതിയ വീടുണ്ടായിരുന്നെങ്കിൽ. കൂലിപ്പണി ചെയ്താണ് മോഹനൻ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരിമിതികളുണ്ടെങ്കിലും കുടുംബത്തിന് വീടൊരുക്കാൻ പിന്തുണ നൽകുമെന്ന് ജനപ്രതിനിധി. ചിറക്കര ഗ്രാമപഞ്ചായത്തിന് പൊതുവെ തനത് വരുമാനം കുറഞ്ഞുള്ള പഞ്ചായത്താണ്. അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ തനത് വരുമാനം കുറഞ്ഞിരിക്കുന്ന കാലയളവിൽ ഇങ്ങനെയൊരു വീട് പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ MLA-യോ MP-യോ മനസ്സാക്ഷിയുള്ള സന്നദ്ധ സംഘടനകൾ ആരെങ്കിലും ഇതിനകത്ത് ഇടപെടുകയാണെങ്കിൽ ഞങ്ങൾ ജനപ്രതിനിധികളുടെ നിലയിലും മറ്റുള്ള സാഹചര്യങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമാക്കി കൊടുക്കും ഒരു വീട് നിർമ്മാണത്തിന്. പുതിയ വീടിനായി സുമനസ്സുകളുടെ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബം. ഏറെ ആഗ്രഹത്തോടെ പടുത്തുയർത്തിയ ആ സ്വപ്നം, ഈ വീട് പൂർണ്ണമായി ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ്. 3 വർഷം എന്നത് ചെറിയ കാലമല്ല. സുമനസ്സുകളുടെ സഹായത്തിനായി അവർ അഭ്യർത്ഥിക്കുകയാണ്. കഴിയുന്നവർ ഈ വിളി കേൾക്കണം, കരുതലാകണം. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുൽ ജി നാഥാണ് നമ്മളോട്. രാഹുലെ, ശരിക്കും ഇതുവരെയുള്ള നേട്ടങ്ങൾ, ആ സമ്മാനമൊക്കെ മോനിഷ എടുത്ത് വെക്കുന്നത് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആഘാതം, ആ ഒരു വേദന അത് എത്രത്തോളം കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് പോലൊരു ഹൃദയം നുറുങ്ങുന്നത് പോലെയാണല്ലേ. ഒരു വീടെന്ന് പറയുന്നത് പലരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നമാണ് തകർന്നില്ലതായാലും. ഇപ്പോൾ പഞ്ചായത്തെ സംബന്ധിച്ചൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവർക്കൊരു അടച്ചുറപ്പുള്ള വീട് നൽകാൻ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ കുടുംബം പറയുന്നത്? സുമനസ്സുകളുടെ സഹായം തേടുന്നുണ്ട് അവർ. അങ്ങനെ തന്നെയാണ്. ഈ കൊല്ലം ഡെപ്യൂട്ടേഷന്റെ ഭാഗത്താണ് ഒരു ചിത്രമാണ് കാണുന്നത്. വീടിന്റെ മേൽക്കൂരയ്ക്ക് മുന്നിൽ 3 പേര് നിൽക്കുന്നു. ഈ ഇടിഞ്ഞു വീണ വീടിന് മുന്നിൽ നിൽക്കുന്നു. അത് കണ്ടതിന് ശേഷമാണ് പോകുന്നത്. ചെല്ലുമ്പോൾ മോനിഷ പറയുന്നത് കുറേയധികം സമ്മാനങ്ങൾ ഉള്ളിലുണ്ട്. ഒപ്പനയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്, പാട്ട് പാടും, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറയുന്നു. ഒരു വീട് വേണം എന്നുള്ള അടിസ്ഥാനപരമായ കാര്യമാണ്. സാങ്കേതികമായ പ്രശ്നങ്ങളിൽ കുരുങ്ങി കിടക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ 2 വർഷത്തിലധികമായി എന്ന് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പറയുന്നു. വീട്ടുകാർ പറഞ്ഞാൽ 3 വർഷമായി ഓരോ ഭാഗമായി ഇടിഞ്ഞിടിഞ്ഞ് വീഴുകയായിരുന്നു. ഒരു മഴക്കാലത്താണ് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. ഒറ്റമുറിയിൽ 4 പേർ
ഒന്നിച്ചൊരു താമസിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും വലിയ സന്തോഷമുള്ള കാര്യം ഈ കൊട്ടാരക്കര കേന്ദ്രീകരിച്ചുള്ള MGM എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് എന്തായാലും ഈ വീട് നിർമ്മിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും സഹായത്തിലേക്കും എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് വാർത്ത കാണുന്നവർ ഈ സഹായവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MGM ഗ്രൂപ്പിനെ പോലെ ഈ കുടുംബത്തിനടുത്തേക്ക് ചെല്ലുക, അവർക്ക് നല്ലൊരു വീട് ഉറപ്പാക്കി കൊടുക്കുക. മോനിഷയ്ക്ക് ഇനിയും പാടാനും മോനിഷയുടെ അച്ഛനും അമ്മയ്ക്കും സുരക്ഷിതമായി ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതാണ് ഈ വാർത്തയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇത് കുറേ മനുഷ്യർ കാണട്ടെ, കാരണം വർഷങ്ങളായി അനുഭവിക്കുകയാണ്. അത് നീതികേടാണ്, അതൊരിക്കലും പാടില്ല. നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്നതാണ് ഈ വാർത്തയിലൂടെ മുന്നോട്ട് വെക്കാനുള്ളത്. ശരി രാഹുൽ. അപ്പോൾ ആ പറഞ്ഞതുപോലെ തന്നെ മോനിഷ മിടുക്കിയാണ്. നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്, കലോത്സവത്തിലേക്ക് താരമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദുരിതം ആ കുടുംബം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ മുന്നിലേക്ക് വരുന്നു പലരും എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുള്ള കാര്യമാണ്. ഒപ്പം അവർക്ക് മറ്റു പലവിധ സഹായങ്ങളും വേണം. അങ്ങനെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പോകാൻ പറ്റട്ടെ എന്നുകൂടി ഈ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷം ആഗ്രഹിക്കുകയാണ്.